ബി.ജെ.പിക്കകത്തെ ഫണ്ട് തട്ടിപ്പിൽ പോലീസിൽ ഒരു പരാതി. വ്യാജ GST ബില്ല് തയ്യാറാക്കിയെന്ന് ചൂണ്ടിക്കാണിച്ച് ബി.ജെ.പി വെഞ്ഞാറമൂട് മണ്ഡലം ജനറൽ സെക്രട്ടറിയാണ് പോലീസിൽ പരാതി കൊടുത്തിരിക്കുന്നത്. ബില്ലിലുള്ള സ്ഥാപനം ബി.ജെ.പി മണ്ഡലം ജനറൽ സെക്രട്ടറിയുടേതാണെന്ന് പരാതിയിൽ പറയുന്നു. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനും അന്വേഷണ കമ്മീഷൻ അധ്യക്ഷൻ കുമ്മനം രാജശേഖരനും പരാതി നൽകുമെന്ന് ഈ പരാതിക്കാരനായ പ്രമദ ചന്ദ്രൻ മീഡിയ വണ്ണോട് പറഞ്ഞു. വ്യാജ GST ബിൽ പുറത്തുവിട്ടത് മീഡിയ വണ്ണാണ്. ഈ ബില്ല് വ്യാജമാണ്. നമുക്ക് 4 വർഷത്തിന് മുമ്പ് കമ്പ്യൂട്ടർ ബില്ലായിരുന്നു. അന്ന് വലിയ സെയിലൊക്കെ ഉണ്ട് സമയത്ത്. ഇപ്പൊ സെയിലില്ലാത്തതുകൊണ്ട് 4 വർഷം കൊണ്ട് നമ്മുടെ ചെറിയ ബിൽ ബുക്കാണ്, കൈകൊണ്ട് എഴുതുന്ന ബില്ലാണ്. ഇതിൽ നമ്മൾ കമ്പ്യൂട്ടർ പ്രിന്റ് ചെയ്യില്ല. അതുമല്ല, ഇതില് ഏജൻസി തിരുവനന്തപുരം മാത്രമേ ഉള്ളൂ. ഇത് നമുക്കുള്ള ഏജൻസി കണിച്ചോട് വാമനപുരം എന്നാണ് നമ്മൾ ആ പ്രസവത്തിൽ കിടക്കുന്നത്. GST നമ്പർ, FSSI നമ്പർ എല്ലാം നമ്മുടെ ബില്ലിൽ വരും. ഇതിൽ അങ്ങനെ ഒന്നുമില്ല, നമ്മുടെ സീലില്ല, നമ്മുടെ ഒപ്പില്ല. അതുപോലെ GST ബില്ല് ഇവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവർ ആരെയാണ് പൈസ കൊടുത്തത്? ഈ പൈസ കൊടുത്ത ആൾക്കാർ അവരെ കണ്ടെത്തണം. ഞാൻ പറഞ്ഞത് എനിക്ക് ഇവരെ അന്വേഷിച്ച് കണ്ടെത്തണം. നമ്മളെ ബില്ലിൽ വരുന്ന നമ്പർ എന്റെ ഒരു പഴയ മൊബൈൽ നമ്പറും വൈഫൈന്റെ നമ്പറുമാണ് ആ ബില്ലിൽ കിടക്കുന്നത്. പക്ഷേ ഇതിൽ അടിച്ചിരിക്കുന്ന ബില്ലിൽ ഞാൻ ഇപ്പൊ ഉപയോഗിക്കുന്ന ഫോൺ നമ്പറിൽ ഒരക്കം മാറ്റി വെച്ചിരിക്കുന്നു. അപ്പം അത് പറഞ്ഞിട്ട് ചുരുക്കി പറഞ്ഞ ആ ബില്ലിൽ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ പോലും തെറ്റാണ്. അപ്പൊ അത് പിടിച്ചാൽ കിട്ടാത്ത നമ്പറായിരിക്കും. വിളിച്ച് തിരക്കാതിരിക്കാൻ വേണ്ടി ആയിരിക്കാം അവർ അങ്ങനെ ആ കള്ള നമ്പർ കൊടുത്തിരിക്കുന്നത്. ഞാൻ ബി.ജെ.പിയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറിയാണ്. വാമനപുരം. പിന്നെ ഇതിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ബോർഡ് പുറത്താണ് നമ്മൾ പ്രദർശിപ്പിക്കുന്നത്. ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ബോർഡിൽ നമ്മളെ GST നമ്പർ ഉണ്ട്, FSSI നമ്പർ ഉണ്ട്. അതിൽ യഥാർത്ഥ ഫോൺ നമ്പറും അതിലുണ്ട്. ബില്ലിലുള്ള ഫോൺ നമ്പറും ആ ബോർഡിലുണ്ട്. ഇതിൽ കളിച്ചിട്ടുള്ള നമ്മളെ രാഷ്ട്രീയ ശത്രുക്കളുണ്ട്. അവര് ആരാണോ ഈ നമ്പർ ഒന്ന് ഫോട്ടോ എടുത്ത് അയച്ചു. വിജിൻ വായാന്തോട് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത്. വിജിൻ, എന്താണ് പ്രമദ ചന്ദ്രൻ ഉന്നയിക്കുന്ന പ്രശ്നം? എന്താണ്? തുക മാറ്റി അതിൽ തട്ടിപ്പ് നടത്തി എന്നുള്ളതായിരുന്നു ബി.ജെ.പിയിലെ ആദ്യം ഉയർന്ന പരാതി എന്ന് പറയുന്നത്. കണ്ടെത്തിയത് ബി.ജെ.പിയുടെ സംസ്ഥാന ട്രഷററായിട്ടുള്ള കൃഷ്ണകുമാർ തന്നെയായിരുന്നു. അതിനുശേഷമാണ് ഈ ബി.ജെ.പി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട മറ്റ് അന്വേഷണങ്ങളിലേക്ക് പാർട്ടി തന്നെ കടക്കുന്നത്. അങ്ങനെ ഫണ്ട് തെറ്റിച്ചതുമായി ബന്ധപ്പെട്ട് നമ്മൾ പുറത്തുവിട്ട ഒരു ബില്ലുണ്ടായിരുന്നത് കൊടിവാങ്ങി, വട്ടിയൂർക്കാവ് മണ്ഡലത്തിലേക്ക് കൊടിവാങ്ങി എന്ന് പറയുന്ന ആ കണക്ക് കാണിച്ചുള്ള ബില്ലാണ്. 3.25 ലക്ഷത്തിന് കൊടിവാങ്ങി എന്നുള്ളതായിരുന്നു ആ ബില്ലുണ്ടായിരുന്നത്. പക്ഷേ ആ GST നമ്പർ അത് സെർച്ച് ചെയ്തപ്പോൾ മനസ്സിലായത് അതിങ്ങനെ ഒരു കൊടിതോരണങ്ങൾ വിൽക്കുന്ന കടയല്ല, അതൊരു മറ്റ് പലചരക്ക് സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കടയായിരുന്നു ആ ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് നിലവിൽ ഇയാളിലേക്ക് എത്തുന്നത്. ഇയാൾ നിലവിൽ വെഞ്ഞാറമൂട് ബി.ജെ.പി മണ്ഡലം ജനറൽ സെക്രട്ടറിയാണ് ചന്ദ്രൻ. അദ്ദേഹം ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട് പോലീസിൽ. അതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതായത് തങ്ങൾ ഇങ്ങനെ ഒരു ബില്ല് നൽകിയിട്ടില്ല, അത് GST കണക്ക് പോലും കാണിക്കുന്ന ബില്ലാണ്. പക്ഷെ അത് തങ്ങൾ നൽകാത്ത ബില്ല് വ്യാജമായി ഉണ്ടാക്കിയതാണ്. ഫോൺ നമ്പർ ഒരു നമ്പർ തെറ്റിച്ചാണ് ആ ബില്ലിൽ നൽകിയിരിക്കുന്നത്. GST നമ്പർ ശരിയാണ്, പക്ഷേ ഇങ്ങനെ കൊടിതോരണങ്ങൾ ഒന്നും വിൽക്കുന്ന ഒരു സ്ഥാപനം നടത്തുന്നതല്ല നമ്മുടെ കട എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ അഖിലേന്ത്യാ കമ്മിറ്റിയാണ് സാധാരണ കൊടിതോരണങ്ങൾ പൂർണ്ണമായും സംസ്ഥാനങ്ങൾക്ക് നൽകുന്നത്, സൗജന്യമായി നൽകുന്നതാണ്. അങ്ങനെ ഇരിക്കെയാണ് 1.5 കോടി രൂപ ഈ കൊടി വാങ്ങി എന്ന കണക്ക് പ്രകാരം ബി.ജെ.പി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അത് ഇവർക്ക് സംസ്ഥാന കമ്മിറ്റിക്ക് നൽകുന്നത്. അതിലെ ഓഡിറ്റിലാണ് ബി.ജെ.പി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഗുരുതരമായ കണ്ടെത്തലുണ്ടാവുകയും തുടർ നടപടികൾ, അന്വേഷണം ഉൾപ്പെടെ നിലവിൽ നടക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ പ്രമോദചന്ദ്രൻ പറയുന്നത് അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനും ഒപ്പം തന്നെ നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് അന്വേഷിക്കാൻ കുമ്മനം രാജശേഖരൻ അധ്യക്ഷനായി, PK കൃഷ്ണദാസ് ഒപ്പം തന്നെ കൃഷ്ണകുമാർ അടങ്ങിയ കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിക്ക് കൂടി പരാതി നൽകുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ശരി, വിജിൻ വായാന്തോടാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.